ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ചിങ്ങമാസം കൂടി പിറന്നു. കാർഷിക വൃത്തിയിൽ നിന്നും കേരളം അകന്നെങ്കിലും ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി ഓരോ ചിങ്ങം ഒന്നിനെയും നാം പുതുവത്സരമായി വരവേൽക്കുന്നു. പലയിടത്തും മഴക്കെടുതിയുടെ കാറൊഴിയുന്നതേ ഉള്ളൂവെങ്കിലും മലയാളം ചിങ്ങപ്പുടവയെടുത്ത് ഓണത്തിനൊരുങ്ങിക്കഴിഞ്ഞു. വറുതിയുടെ കർക്കിടകം ഒഴിഞ്ഞുപോയി. ഇനി പ്രതീക്ഷകളുടെ നല്ല നാളുകൾ. മലയാളിയുടെ ഐശ്വര്യവും സ്വപ്നവുമായി ചിങ്ങപ്പിറവി. തൊടിയിൽ തുമ്പയും മുക്കുറ്റിയും പൂവിട്ടു. പൂവിളികൾ ഉയരുന്നു. തിരുമുറ്റങ്ങൾ പൂക്കളങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇത്തവണ കർക്കിടകത്തിന്റെ ഒടുവിൽ അത്തമെത്തി. എങ്കിലും ആണ്ടുപിറവി മലയാളികളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. വിയർപ്പൊഴുക്കി 100 മേനി കൊയ്തെടുത്ത കാർഷിക വൃത്തിയുടെ. കർക്കിടകത്തിലെ കാറും കോളും ചിലയിടങ്ങളിൽ നല്ല നാളുകളുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി. പക്ഷെ അവിടെയും മലയാളി പ്രതീക്ഷ കൈവിട്ടില്ല. കേരളം ഒരുമിച്ച് കൈകോർത്തു. അത്തം പിറന്ന് 2ാം നാൾ ആണ്ടുപിറവി. ഇനി നല്ല ഓണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. മാവേലിയെ വരവേൽക്കാൻ നാടെങ്ങും ഒരുങ്ങുമ്പോൾ അങ്ങ് തമിഴ്നാട്ടിലും കന്നഡയിലും സന്തോഷം പൂവിടും. നമുക്ക് സദ്യ ഒരുക്കണമെങ്കിൽ അവർ വിയർപ്പൊഴുക്കണം. നാളുകൾ പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിൻ്റെതുമാകട്ടെ. പുതുവത്സര ആശംസകൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.